ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് പ്ലസ് മലയാളം ഡബ്ബിങ്ങിലൊക്കെ വന്ന സമാറ എന്നൊരു സിനിമയെ പറ്റിയാണ്. ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഈ കാലത്ത് റഹ്മാൻ എന്നൊരു ആക്ടറിൻ്റെ നല്ല കുറേ ത്രില്ലർ സിനിമകൾ, അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻ്റ് ആക്ടറായിട്ടൊരു സിനിമകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഡിയൻസ് ഇവിടെ ഉണ്ട്. റഹ്മാൻ്റെ ഒരു ഇത്തരം സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ധ്രുവങ്ങൾ 16 എന്നൊരു സിനിമയാണ് എല്ലാവർക്കും ആദ്യം മനസ്സിലോക്കി ഓടി വരുന്നത്. ധ്രുവങ്ങൾ 16 എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ കാർത്തിക് നരേനാണ്. റഹ്മാൻ്റെയും കാർത്തിക് നരേൻ്റെ ഒരു എക്സ്ട്രീം മൂവിയാണ് ധ്രുവങ്ങൾ 16. റഹ്മാൻ എപ്പോഴൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ ഒരു പരിശോധന ചിത്രങ്ങളൊക്കെ വരുമ്പം പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ഇതാണ്, ധ്രുവങ്ങൾ 16 പോലെ ആകുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് ഈ ഒരു സിനിമേനെ പറ്റിയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ വന്നൊരു സിനിമയാണ് സമാറ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സിനിമയിൽ മറ്റ് പ്രധാന താരങ്ങളുള്ളത് ഫരത്താണ്, പിന്നെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ ഉണ്ട്. റഹ്മാനും ഫരത്തുമാണ് ഈ സിനിമയിലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എനിക്ക് വലിയ ഒരു ത്രില്ലർ സിനിമയാണെന്നൊന്നും തോന്നിയത് ഒരു ആവറേജ് അനുഭവം എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി സെൻസൊക്കെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയേണ്ടത്. എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വർക്ക് ഓക്കെ, കഥ ഓക്കെ, പക്ഷേ ഷൂട്ടിങ് ചെയ്തേക്കുന്ന രീതികൾ, സീക്വൻസ് എവിടെ കാടുന്ന രീതികൾ, ക്യാരക്ടേഴ്സ്, ആക്ടർ തിരഞ്ഞെടുത്തതിലൊക്കെ ഒരുപാട് മോശമായിപ്പോയി. പിന്നെ ക്യാമറ എഫക്റ്റും അത്രയും നന്നായില്ല. പിന്നെ ഒരു തീം പറയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് 2-3 തീമൊക്കെ പറഞ്ഞ് നമ്മളെപ്പോലും കൺഫ്യൂസ് ചെയ്യുന്നതൊക്കെ ആയിപ്പോയി ഈ ഒരു സ്റ്റോറിയുടെ പോക്ക്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിക്കുള്ളൊരു സ്റ്റോറി പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകണമായിരുന്നു. അവരൊരു ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യ എന്നൊരു രാജ്യത്ത് നടക്കുന്ന ഒരു വൈറസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു തീവ്രവാദി ഓപ്പറേഷനെയൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് കോപ്പ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഒരു ഇതിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും എവിടെ ഒരു പെർഫെക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. ഒരു സമയത്തൊന്ന് കാണിക്കും, സമയത്ത് വേറൊന്ന് കാണിക്കും, അങ്ങനെ ചുറ്റിയും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഒരു കഥ. ഇതിൻ്റെ ക്ലൈമാക്സ് പൊസിഷനൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്തിരി ഇപ്പോൾ നമുക്ക് സ്റ്റോറിയുടെ എലമെൻ്റ് ആണല്ലോ കാണിക്കുന്നത് എന്ന് പറയത്തക്ക രീതിക്കുള്ള ഒരു എലമെൻ്റായിട്ട് കുറച്ച് രംഗങ്ങളിങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ഫരത്തിനൊക്കെ സീക്വൻസ് കുറവാണെങ്കിൽ പോലും അവസാനത്തെ ഒരു 2-3 മിനിറ്റ് ഫരത്താണ് ആ ഒരു വില്ലൻ എന്നൊക്കെ അറിയുന്ന ആ ഒരു സ്പേസ്, അതൊക്കെ നന്നായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹിറ്റ്ലറുടെ കാലത്തിൽ നടത്തിയ ഒരു വൈറസ് ഓപ്പറേഷൻ അത് ഇന്ത്യയിലേക്ക് കുറച്ച് തീവ്രവാദ സംഘടനകൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കെതിരെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥയാണ് ഈ സിനിമയിൽ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സംവിധാന പിഴവ് ഈ സിനിമ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റിയെന്ന് ഞാൻ പറയും. റഹ്മാൻ്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ചെന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ടൈപ്പ് ഒരു പെർഫോമൻസാണ് റഹ്മാൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു രീതിക്ക് തന്നെ അങ്ങ് പോകണമെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് സമാറ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ടൈറ്റിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറസാണ്, ഒരു വാക്സിനേഷനാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വൈറസല്ല, വാക്സിനേഷൻ. അതിനെങ്ങനെ പ്രതിരോധിക്കാം, അതൊരു ജൈവായുധമായിട്ട് കുറേ തീവ്രവാദികൾ ഇങ്ങനെ പ്രയോഗിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ തീമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ അല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു എലമെൻറ്റ് കാണാൻ വേണ്ടി പോലും പറ്റിയിട്ടില്ല. ക്ലൈമാക്സ് പോർഷനെ കൊണ്ട് അവസാനിപ്പിക്കാൻ നേരത്ത് ഒരു 2ാം ഭാഗത്തിനും കൂടെ ഒരു തുടർച്ച ഉണ്ടാകും എന്നുള്ള രീതിക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി എന്നുള്ളത് മാത്രമാണ് ഇതുള്ള. പിന്നെ ഈ സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രം, ഒരു കുട്ടി കഥാപാത്രം, 2 പേരുടെയും പെർഫോമൻസ് കീടു പെർഫോമൻസാണ് കാണിച്ചിരിക്കുന്നത്. 2 പേരും ഒപ്പത്തിനൊപ്പം തകർന്നോണം പറയേണ്ട. അവർ 2 പേരുടെ പെർഫോമൻസുകളൊക്കെ സൂപ്പറായിരുന്നു. അവർ 2 പേരുടെ പെർഫോമൻസ് ഈ സിനിമയിൽ പോലും ബന്ധമില്ലാത്ത രീതിക്കുള്ള ആയിപ്പോൾ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന കഥ വേറെ ആണെങ്കിൽ പോലും അത് എടുത്തു വച്ചിരിക്കുന്ന രീതിയും വേറെ ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു കാര്യം വെച്ച് ഇതാണ് സമാറ എന്നൊരു സിനിമ. എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ താല്പര്യമുള്ളൊരു 1 ടൈം കണ്ടാൽ മതി, അത്രയൊക്കെയുള്ള ഈ പടത്തിനകത്ത്. അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനോ ഒന്നുമില്ലാതെ ചുമ്മാ ഇത് നേരം പോക്കിന് കാണാൻ പറ്റിയ ഒരു സിനിമ. നല്ല ബോറാണെങ്കിൽ പോലും ചുമ്മാ ഒരു എടുത്ത് വെച്ച് കാണാം, അങ്ങനെയൊക്കെ തന്നെയാണ് അതുള്ള.
ഇത്രേ പറയുള്ളൂ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരായിരിക്കും. ദിസ് പ്രാണ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.